ഹലോ എവ്രി വൺ, ഞാൻ വിപിൻ വരേലാൻ സ്പ്ലെൻഡോ ന്യൂസിലാൻഡ്. ഇന്ന് ഒക്ടോബർ 3. ഇന്നത്തെ ഈ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാൻഡിഡേറ്റ്സിൻ്റെ കുറച്ച് ഡൗട്ടുകളൊന്നും വേറെ ഒന്നുമല്ല. ഒന്നാമത്തെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രീസിങ് മാറ്റിയോ, എന്നത്തേക്ക് മാറ്റും എന്നുള്ള കുറച്ച് ഡൗട്ടുകൾ. എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമോ, അടുത്തെങ്ങനെ മാറ്റും എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ CBT OSCE എങ്ങനെയുണ്ട്, പഠിക്കാൻ എളുപ്പമാണോ, പാസ്സാകുന്നുണ്ടോ കുട്ടികൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് ഫ്രീസിങ് മാറ്റിയോ, അടുത്തെങ്ങനെ മാറ്റുമോ എന്നുള്ള ചോദ്യം. ഫ്രീസിങ് മാറ്റുമോ എന്ന് വെച്ചാൽ ഈ ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് ചെറുതായിട്ട് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശുഭലക്ഷണമാണ് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ എമർജൻസി, റീനൽ, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, ഇവിടങ്ങളിലെ ഓപ്പർച്യൂണിറ്റി, അതായത് വേക്കൻസീസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതായത് ഇപ്പോൾ എമർജൻസിയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം അത് ക്ലിയർ ആയല്ലോ. പിന്നെ രണ്ടാമത്തത് നമ്മുടെ റെസ്റ്റ് ഹോം സൈഡിൽ എല്ലാ റെസ്റ്റ് ഹോംസും ഇല്ല, ചില റെസ്റ്റ് ഹോംസിനെ മാത്രം അവർ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തരാനായിട്ട് ഇതിനകത്ത് പറയാനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആൾക്കാർ, പോസ് ചെയ്ത് വെച്ച് വെക്കുന്ന ആൾക്കാർ, അവരുടെ അടുത്ത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുക, അതായത് പോസ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോകളൊക്കെ ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഇപ്പോൾ പഴയതുപോലെ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രോസസ്സിങ്. അപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, അതിനുള്ള റീസൺ കുറേ ഉണ്ട്. അതായത് നിങ്ങൾ ഈ ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്, നിങ്ങൾ പെട്ടെന്നൊരു ഡിസിഷൻ ചേഞ്ച് ചെയ്ത് എന്നാൽ പിന്നെ പോയേക്കാം എന്ന് കരുതിയ വരാൻ പറ്റുന്ന ഒരു കൺട്രി അല്ല ന്യൂസിലാൻഡ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്യാം. പിന്നെ ചിലവർ പറയുന്നുണ്ട്, അതായത് ഇപ്പം ചെയ്തിട്ട് എന്താ കാര്യം, ഇപ്പോൾ ഓസ്ട്രേലിയൻ ജോലി കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആര് പറഞ്ഞു ഓസ്ട്രേലിയ ജോലി കിട്ടുന്നില്ല എന്ന്? ഞാൻ കുറച്ച് ക്ഷമയോടുകൂടി കാത്തുക്കുക. കാര്യം ഇപ്പോഴത്തെ ഇവിടുത്തെ ക്രൈസിസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു കൺട്രി ഒരു എന്താ പറയുക, സാമ്പത്തിക മാന്ദ്യം എന്ന രീതിയിൽ പോകുമ്പോൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കാറുണ്ട്. ഈവൻ UK ആയാലും ശരി, ഇന്ത്യ ആയാലും ശരി, ഇതുപോലെ സാമ്പത്തിക മാന്ദ്യം കണ്ടേക്കുന്ന ആൾക്കാരാണ്, ഇല്ലേ? നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ സാമ്പത്തിക മാന്ദ്യം എന്നുള്ളത് ഒരു 4-5 വർഷം കൂടുമ്പോൾ എല്ലാ കൺട്രിയും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും അയ്യോ എന്നാൽ വേണ്ട, ചെയ്യണ്ട, എല്ലാം ശരിയായിട്ട് ഞാനങ്ങ് ചെയ്യുന്നുള്ളൂ. അവസരങ്ങൾ നിങ്ങളെ തേടി വരത്തില്ല, അത് മനസ്സിലാക്കുക. അവസരങ്ങൾ നിങ്ങളെ തേടി വരില്ല. നമ്മൾ അന്നേരം രജിസ്ട്രേഷൻ കയ്യിലുണ്ടോ, ഈ അവസരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അന്നേരത്തേക്ക് നമ്മൾ എന്നാൽ ഈ അവസരങ്ങൾ വന്നാൽ പിന്നെ ഇപ്പം ഇങ്ങനെ തുടങ്ങി വരുമ്പോഴേക്കും എന്താ വേറെ എന്തെങ്കിലും അടുത്ത പ്രശ്നങ്ങൾ വരും. അപ്പോൾ അന്നേരം രജിസ്ട്രേഷൻ കയ്യിലുണ്ടോ, അവരെല്ലാം രക്ഷപ്പെടും. അതാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇല്ലേ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ഇതുപോലെ അവസരങ്ങൾ കിടന്ന, പക്ഷെ ആരും അത് ഉപയോഗപ്പെടുത്തിയില്ല. ഇപ്പോൾ കുറച്ചും കൂടെ ലിബറൽ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ OET അല്ലെങ്കിൽ IELTS, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തെഴുതാം. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ചില കോളേജുകളിലൊക്കെ ഈ പറഞ്ഞ ക്യാപ്പ് ആയിരുന്ന സമയത്ത് ചില കോളേജുകളിലൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ 2 സിറ്റിങ്ങേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ 1 സിറ്റിംഗ് ഉള്ളവർ എടുക്കത്തുള്ളൂ. 3 സിറ്റിംഗ് വന്നാൽ ചില കോളേജിൽ റിജക്ഷനാണ് വരുന്നത്. ഈ വക ഒരു പ്രശ്നങ്ങളും ഇപ്പം ഇല്ല. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായാലും എടുത്ത് എഴുതാം. അപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ റീഡിങ്ങും ലിസണിങ്ങും ഒക്കെ, ഒത്തിരി കുട്ടികൾ വിഷമിക്കുന്ന ഒരു 2 ഇതാണ്. ഒന്ന് റീഡിങ്ങും ലിസണിങ്ങും. ഇപ്പം ഞാൻ കണ്ടിടത്തോളം വെച്ചാൽ ഞാൻ പറയണത്. അപ്പോൾ വൺസ് അത് കഷ്ടപ്പെട്ട് കിട്ടിയിട്ട് അതുകൊണ്ടൊന്ന് കളയാതെ നിങ്ങൾ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് ചെയ്യുക. പിന്നെ അടുത്തൊരു ബെനിഫിറ്റും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ന്യൂസിലാൻഡിലുള്ളൂ, ന്യൂസിലാൻഡ് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഓസ്ട്രേലിയയിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് നാട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ PR അപ്ലൈ ചെയ്യാം.
നിങ്ങൾ ന്യൂസ് ആൻഡ് രജിസ്ട്രേഷൻ എടുത്ത് അതിൻ്റെ അപ്പം തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റൽ രജിസ്ട്രേഷൻ നമ്മൾ തന്നെ ഫ്രീ ആയിട്ട് തന്നെ ഹോസ്റ്റൽ നഴ്സിംഗ് കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്തു തരുന്നുണ്ട്. പിന്നെ അതിനുശേഷം ആൻമാക് പ്രോസസ്സിംഗ് ഉണ്ട്, അതും നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ആൻമാക്കും ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് PR നാട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാം. ഓസ്ട്രേലിയ അല്ല, ന്യൂസിലാൻഡ് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലിരുന്ന് PR അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി എന്നുള്ളത് 99.9% കിട്ടും. ഈ എംപ്ലോയ്മെൻറ്റ് സ്പോൺസർഷിപ്പ് വിസയാണ് കിട്ടാനായിട്ട് ഇത്തിരി ഡിലേ ആകുന്നത്, കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാകുന്നത്. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അപ്പം നിങ്ങളൊരു PR ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ നാളുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടും. എന്തായാലും നിങ്ങൾക്ക് PR ഇപ്പോൾ ഓസ്ട്രേലിയ ചെന്ന് എന്തായാലും നിങ്ങൾക്ക് PR നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. അത് നേരത്തെ ആയ എന്താ കുഴപ്പം? അതിന് ചിന്തിച്ച് നോക്കുക. നാട്ടിൽ നിന്ന് ഇത്രയും നല്ലൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റി, ഇത്രയും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ന്യൂസിലാൻഡിൽ ജോലി കിട്ടുന്നില്ല, എന്നാൽ പിന്നെ ഞാൻ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിഷമിക്കണതിന്? നിങ്ങളുടെ മുമ്പിൽ ഓസ്ട്രേലിയ എന്നൊരു കൺട്രി ഒരു ഓപ്ഷനായിട്ട് കിടക്കുകയാണ്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ അതും നോക്കാതെ നിങ്ങൾ എന്നാൽ പിന്നെ അയർലൻഡ് വിട്ടേക്കാം, എന്നാൽ പിന്നെ UK വിട്ടേക്കാം. നിങ്ങൾ UK പോയാലും അയർലൻഡിൽ പോയാലും ഈ ന്യൂസിലാൻഡ് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യുന്ന സർവത്ര പ്രോസസ്സിങ് നിങ്ങൾ അന്നേരവും ചെയ്യണം. അപ്പോഴത്തേക്കും നിങ്ങളുടെ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി ഒക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഈ പറഞ്ഞോണം നിങ്ങൾ OIT എല്ലാം എക്സ്പയറി ആയിട്ടുണ്ടാവും. എന്തിനാ നിങ്ങളതിന് വിഷമിക്കണം? എന്തിനാ? ആ നേരം കൊണ്ട് ഇപ്പോഴേ ചെയ്യുവാണെങ്കിൽ നേരെ PR കിട്ടി. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വന്ന് ഇത് UK അയർലൻഡിലൊക്കെ പോയി എന്നാൽ പിന്നെ പയ്യെ അങ്ങോട്ട് ഓസ്ട്രേലിയ പിന്നീട് അങ്ങോട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് ഈ ഉള്ള ഫുൾ പ്രോസസ്സിങ് ചെയ്ത് പിന്നീട് നോക്കാം എന്ന് പറയുമ്പോൾ വീണ്ടും നിങ്ങൾ ഈ പറഞ്ഞ OITയും IELTS കുത്തിയിരുന്ന് എഴുതേണ്ടി വരും. എന്തിനാ ഈ പണിക്ക് പോകുന്നത്? അപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കൊന്നും കേൾക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾ അവരോട്ട് എൻക്വയറി ചെയ്ത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. സോ കിട്ടുന്ന ഈ അവസരം ഉപയോഗപ്പെടുത്തുക. അവസരങ്ങൾ നിങ്ങളെ തേടി വരില്ല. നിങ്ങൾ വേണം ഒരു അവസരത്തെ കാത്തിരിക്കാനായിട്ട്. കാത്തിരുന്ന മാത്രം പോരാ, ഈ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാത്തിരുന്നുകൊണ്ട് കാര്യമുള്ളൂ. അപ്പം അതുകൊണ്ട് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുക. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBT OSCE എങ്ങനെയുണ്ട്, പാസ്സാകുമോ, ടഫാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. CBT OSCE എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ വഴി നമ്മുടെ സ്പ്ലെൻഡോർ അക്കാദമി ഡയറക്റ്റായിട്ട് ഇവിടുത്തെ രജിസ്റ്റേർഡ് നഴ്സസാണ് അതിൻ്റെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ശതമാനം പിള്ളേരും പാസ്സായി പോകുന്നുണ്ട് നമ്മളുടെ അക്കാദമിയിൽ നിന്ന് തന്നെ. പിന്നെ എല്ലാവരെയും ടെസ്റ്റിമോണി നമ്മൾ കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും ജോലി ചെയ്യുന്ന സ്ഥലത്ത് പറയാതെയാണ് ഈ ലീവ് എടുത്തുകൊണ്ട് ഈ OSCE ഒക്കെ ചെയ്യാൻ വേണ്ടി വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ടെസ്റ്റിമോണി നമ്മൾ കൊടുക്കാത്തതിൻ്റെ റീസൺ അതാണ്. കഴിഞ്ഞ ദിവസം വന്നൊരു എൻക്വയറിയാണ്. അതായത് നമ്മൾ ഒരു ലൈവായിട്ട് തന്നെ ഒരു ഡെമോ ഒക്കെ മാനിക്കലിനൊക്കെ ചെയ്താലല്ലേ നമ്മൾ പാസ്സാവത്തുള്ളൂ എന്ന്. ഇതാരാണ് ഇതുപോലെ പറഞ്ഞ് ഈ മണ്ടത്തരങ്ങൾ പറഞ്ഞു വിടണേ എന്നുള്ള കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇതിന് ഓരോ 10 സ്റ്റേഷൻ ഉണ്ട് നമ്മുടെ OSCEയുടെ. ഈ 10 സ്റ്റേഷനിലും ടൈം നിങ്ങൾക്കുണ്ട്. ഈ ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ കുട്ടികൾ പാസ്സായി പോകുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ടെസ്റ്റിമോണി കണ്ടറിയാം. ആ കുട്ടികൾ എങ്ങനെ പാസ്സായത് എങ്ങനെയാണ്? നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഇൻഫോർമേഷൻ വെച്ച് അവർ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ നേരെ അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ലൈവ് ഇതുപോലെ മാനിക്കലിനൊക്കെ ചെയ്ത് തോറ്റുപോയി എത്രയോ കുട്ടികൾ. പക്ഷെ ആരും അയ്യോ ഞാൻ തോറ്റുപോയി ആരും വെളിയിലൊന്നും പറയത്തില്ല. ഇത് ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത്. ലൈവായിട്ട് ചെയ്തിട്ടും തോറ്റു പോകണു. എന്താണ് കാരണം? നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ അല്ലാണ്ട് അവിടെ പോയി ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് സെൻറ്ററിൽ പോയി പ്രാക്ടീസ് ചെയ്യണ സെൻറ്ററിൽ പോയി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ജയിക്കും എന്നുള്ളൊരു വിശ്വാസം വേണ്ട. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്ട് ചുമ്മാ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അവിടെ പോയി 2 പ്രാവശ്യം പോയി പ്രാക്ടീസ് ചെയ്തൊന്നും ഒരു കിട്ടത്തില്ല, ജയിക്കില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവായിട്ട് ക്ലാസ് കൊടുക്കുമ്പോൾ ഇവർ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക.
ഇവർ പറയുന്ന നിർദ്ദേശപ്രകാരം വെച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഒത്തിരി പേര് നമ്മളുടെ ഇതുവഴി പാസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് കേട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റായിട്ട് മാനിക്കനിൽ ചെയ്താൽ മാത്രമേ പാസ്സാകുള്ളൂ എന്ന് പറയുന്നവരോട് നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പാസ്സായി പോയേക്കുന്ന കുട്ടികളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഹീറോസ് അല്ലെങ്കിൽ ഹീറോയിൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്രയൊക്കെ പോയി ഒരു 1 മണിക്കൂർ നേരെ പോയി ആ മാനിക്കിനി പോയി ചെയ്യുന്നതും നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യുന്നതും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അത് ചെയ്യുന്നത് കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ ചെയ്താലും ഇവിടെ നിങ്ങൾ വീട്ടിൽ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, അതായത് നമ്മൾ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ പാസ്സാകത്തുള്ളൂ. അല്ലാതെ 1 മണിക്കൂർ നേരം കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഗ്രാസ്പ് ചെയ്ത് അങ്ങനെ മഗ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. കാര്യം പഠിച്ചതേ പാടൂ എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മനസ്സിരുത്തി നിങ്ങൾ തന്നെ ചെയ്തു നോക്കിയേ, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് കിട്ടും, കിട്ടായി ഒന്നുമില്ല. അപ്പോൾ അത് ഓർത്ത് ഒരിക്കലും പാനിക് ആകരുത്. അയ്യോ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻക്വയറിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ലീവില്ല. ഈ ലീവ് ഇല്ലാത്തവർ അയ്യോ അതെനിക്ക് അവിടെ പോയി ചെയ്യാതെ ഞാൻ പാസ്സാവുമോ എന്നൊക്കെ ഒത്തിരി ഡൗട്ട്സ് കാര്യങ്ങൾ എന്നോട് അവരുടെ ഒരു വറീസ് എന്നോട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യത്രേ ഉള്ളൂ. അതിൽ പോയി അപ്പോൾ പറഞ്ഞില്ല ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ കൊണ്ട് അത് നിങ്ങൾ ഇപ്പോൾ ചെയ്താൽ ഡയറക്റ്റായിട്ട് വന്ന് ചെയ്താൽ മാത്രമേ നിങ്ങൾ പാസ്സാവത്തുള്ളൂ എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത് എന്നൊക്കെ അവർ പറയണേ. ഞാൻ പറഞ്ഞ അതൊക്കെ പക്ക ഫേക്കാണ്. ജയവും തോൽവി എന്നുള്ളത് ഏതൊരു ഇതിനും ഒരു എക്സാം വന്നിട്ടുണ്ടെങ്കിൽ ജയവും തോൽവി എന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ പാസ്സാകും. അതുകൊണ്ട് ഇത് ഓസ്കി CBT എന്നുള്ളത് നിങ്ങൾ വലിയൊരു പേടി സ്വപ്നമായിട്ട് ഇരിക്കണ്ട. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ് പ്രോഗ്രാമിനൊക്കെ നിങ്ങൾക്കറിയാലോ ഏകദേശം ഒരു 6-6.5 ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടാണ് ഓരോരുത്തർ ഒരു കോഴ്സ് ഫിനിഷ് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഏകദേശം 1.5 ലക്ഷം രൂപയോളം ഉള്ളൂ ഈ പറഞ്ഞ ഒരു എക്സാമിന്. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു തവണ തോറ്റു വെച്ചോ ദൈവമേ എൻ്റെ 1.5 നിങ്ങൾ അങ്ങനെ വെച്ച് പേടിക്കില്ല. ഇപ്പോൾ എത്രയോ ആൾക്കാർ ക്യാപ് കോഴ്സ് ചെയ്ത് തോറ്റു പോകുന്ന എത്രയോ കുട്ടികളുണ്ട്. എന്നിട്ട് അവർ രണ്ടാമത് വീണ്ടും അഡ്മിഷൻ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എത്ര ലക്ഷം രൂപ. അപ്പോൾ വീണ്ടും ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ 10-12 ലക്ഷം രൂപയോളം ആയപ്പോൾ തന്നെ ചിലവ്. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ചിലവ് നിങ്ങൾക്കുണ്ടോ? ഇല്ല. ഒരു കാര്യം ചിന്തിക്കുക, അതായത് വലിയൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇറക്കുന്ന ഈ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ലൈഫിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾ എന്തെല്ലാം കാര്യത്തിന് പൈസ ചിലവാക്കുക നിങ്ങളുടെ ഫ്യൂച്ചറിൽ. ഇപ്പോൾ ചിലവർ LICയും ഇൻഷുറൻസോ ഇതൊക്കെ നിങ്ങൾ എടുക്കുന്നത് എന്താണ്? അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്നതാണ് ഇൻഷുറൻസ് അല്ലേ? എന്നതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇറക്കുന്ന ഈ ഒരു എമൗണ്ട് എന്ന് മാത്രം ചിന്തിക്കുക. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് മാത്രം ചിന്തിക്കുക. ഒരിക്കലും ഇതൊരു നഷ്ടമായിട്ട് നിങ്ങൾ കാണണ്ട. സോ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് നാളെ അല്ലെങ്കിൽ പിന്നെ വേറൊരു നാൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിൽ ഒരു സംശയം വേണ്ട. ഈ റിസഷൻ എന്ന് പറഞ്ഞത്, ഈ സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞത്, ഇപ്പോഴത്തെ ഈ ഒരവസ്ഥ, ജോലി കിട്ടാനായിട്ട് ഡിലേ ആകുന്ന ഈ ഒരവസ്ഥ, ഇത് ഈ കാലവും കടന്നു പോകും. അപ്പോൾ ഇനിയും നല്ലൊരു കാലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ ഒരുങ്ങിയിരിക്കുക. കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി നിങ്ങൾ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് എല്ലാം ചെയ്ത് രജിസ്ട്രേഷനൊക്കെ എടുത്ത് അടുത്ത സ്റ്റെപ്പ്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഓസ്ട്രേലിയ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നമ്മുടെ കമ്പനിയുമായിട്ട് ഒത്തുചേർന്ന് നിങ്ങൾക്ക് ഇതുപോലെ, അതായത് ന്യൂസിലാൻഡ് പ്രോസസ്സിങ് ചെയ്യാനായിട്ടായാലും നിങ്ങൾക്ക് പഠിക്കാനായിട്ടായാലും ഇപ്പോൾ IELTS OET ആയാലും എന്തിനു തന്നെയായാലും നിങ്ങൾക്ക് ഫുൾ നമ്മളൊരു ഗൈഡ് ലൈൻ നമ്മൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്പ്ലെൻഡോ ഓവർസീസ് അങ്കമാലി ഓഫീസായിട്ട് ബന്ധപ്പെടുക. ഇല്ലെങ്കിൽ ഈ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും മതി. ഈ ഒരു വീഡിയോ എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആരൊക്കെ പേടിച്ച് വിഷമിച്ച് ഡൗട്ട് അടിച്ചിരിക്കുന്നു അവർക്കെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റയും നിങ്ങൾ
ഫോളോ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഔട്ട്. വിപിൻ വരേലാൻ, സ്പ്ലെൻഡോ ന്യൂസിലാൻഡ്. അങ്കമാലിക്കാരായ ന്യൂസിലൻഡ് സിറ്റിസണായിട്ടുള്ളവർ നേരിട്ട് നടത്തുന്ന സ്പ്ലെൻഡർ ന്യൂസിലാൻഡ് ലിമിറ്റഡിന്റെ ബ്രാഞ്ച് ഇപ്പോൾ അങ്കമാലിയിലും. ഏറ്റവും കുറഞ്ഞ ഫീസിൽ IELTS, OET, UKVI, PTE തുടങ്ങിയവയുടെ മികച്ച നിലവാരമുള്ള ക്ലാസുകൾ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നഴ്സുമാർ പ്രോസസിംഗ് ചെയ്യുന്ന ഏക സ്ഥാപനം സ്പ്ലെൻഡർ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അങ്കമാലി.